നിത്യോപയോഗ വസ്തുക്കൾക്ക് തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് ഇപ്പോൾ മാർക്കറ്റിൽ. വെളിച്ചെണ്ണയ്ക്ക് റെക്കോർഡ് വിലയിലെത്തിയത് നമ്മൾ കണ്ടതാണ്. അതിന് പുറകെ ഇപ്പോൾ കൈമ അരിക്കും വില കൂടിയിരിക്കുന്നു. 105 രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ കിലോയ്ക്ക് 260 രൂപയാണ് വില. ആദായ നികുതി വകുപ്പിന് മുന്നിൽ ഇപ്പോൾ കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ ഇപ്പോൾ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. കൈമ അരിക്ക് വില കൂടിയതിൽ പ്രതിഷേധിച്ച് അവർക്ക് പലർക്കും ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. കൈമ അരിയുടെ കേന്ദ്ര സർക്കാർ തീരുവ കുറച്ചുകൊണ്ട് ഇത് മറ്റുള്ള രാഷ്ട്രങ്ങളിൽ കയറി പോവുകയാണ്. അത് 100 രൂപയുള്ള 2 ഇരട്ടി 3 ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ തൊഴിലാളികൾക്ക് പണിയില്ലാത്ത അവസ്ഥ വരികയാണ്. ഇത് അരി മാത്രമല്ല, വെളിച്ചെണ്ണ, മറ്റുള്ള നിത്യോപയോഗ സാധനങ്ങൾ മൊത്തം വില കൂടിക്കൊണ്ടിരിക്കുക. ഈ വില കൂടുമ്പോൾ വ്യാജം കടന്നു കയറുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതോടെ തൊഴിലാളികൾ പട്ടിണിയിലേക്കാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പാചക തൊഴിലാളികൾക്കാണ്. അപ്പോൾ ഈ പാചക തൊഴിലാളികളെ സംരക്ഷണം കൂടിയാണ് ഇതിൽ കൂടി നമ്മൾ ചെയ്യുന്നത്. 1 ലക്ഷത്തോളം തൊഴിലാളികളുണ്ട് ഞങ്ങളുടെ യൂണിയനിൽ തന്നെ കേരളത്തിൽ. ഇന്നും കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റോ ഈ തൊഴിലാളികളെ നോക്കുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ തൊഴിലാളികൾ ഒക്കെ പാവപ്പെട്ട തൊഴിലാളികളാണ്. ഇവരെ കഷ്ടപ്പാടുകൾ മാറ്റണമെങ്കിൽ കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒന്നിച്ചിരുന്ന് അതിൻ്റെ തീരുവകൾ നിർത്തുകയും അതുപോലെ തന്നെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുകയും ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. കേരം തിങ്ങും കേരള നാട്ടിൽ വെളിച്ചെണ്ണയ്ക്ക് റെക്കോർഡ് വില വന്നതുപോലെ തന്നെയാണ് അരിവിലയും കൂടുകയാണ്. ജീവിത നിലവാരം ഇവിടെ കഷ്ടപ്പാടിലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട്, പാചക തൊഴിലാളികളാണ്. ഇവരുടെയൊക്കെ ജീവിതം ഇനി എങ്ങനെ എന്നുള്ളത് ഇവരൊരു ചോദ്യചിഹ്നമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കേരള സർക്കാരും ഇടപെട്ടുകൊണ്ട് ഈ വിലക്കയറ്റത്തിന് കാര്യമായ ഒരു പരിഹാരം കാണണമെന്നാണ് ഈ തൊഴിലാളികളുടെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.